ആച്ചി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് ബിന്ദാലു ആണ്. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തെന്നും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും നോക്കാം. കഴുകി വൃത്തിയാക്കിയ 1/2 കിലോ ബീഫ്. ഈ ബീഫിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, കുരുമുളക്, കടുക്, ഏലക്ക, പട്ട, ഉലുവ, ഗ്രാമ്പു, ഒരു ചെറിയ പീസ് ശർക്കര, ഒരു ചെറിയ ഉരുള പുളി, ആവശ്യമായ ഉപ്പ്, പിന്നീട് വെള്ളത്തിൽ കുതിർത്ത് വെച്ച വറ്റൽമുളക്, പിന്നീട് 2 സ്പൂൺ വിനാഗർ. ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ച് അരപ്പുണ്ടാക്കി ആ അരപ്പ് ഈ ബീഫിൽ പുരട്ടി 1 മണിക്കൂറെങ്കിലും വെക്കുക. അങ്ങനെ ഈ അരപ്പെല്ലാം കൂടി അരച്ച് ബീഫിലേക്ക് തേച്ച് പുരട്ടി വെച്ചത് ശേഷം ഒരു കുക്കർ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 2-3 സവാള, ചെറുതാണെങ്കിൽ 3 എണ്ണം, വലുതാണെങ്കിൽ 2 എണ്ണം അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് ഉള്ളി വഴറ്റിയെടുക്കാം. നമ്മൾ അരപ്പ് പുരട്ടി വെച്ചിരുന്ന ഇറച്ചി ആ ഉള്ളിയിലേക്ക് ചേർത്ത് അതിന് ഇളക്കി ഇനി ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളവും ചേർത്ത് തിളയ്ക്കുമ്പം കുക്കറടച്ച് 3-4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി ബീഫൊക്കെ ഒരുവിധം എല്ലാം വെന്ത് ഇനി ഇത് കുറച്ച് നേരം കൂടെ ചെറിയ തീയിൽ തുറന്ന് വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് ബിന്ദാലു റെഡി. ഇത് ചപ്പാത്തിയുടെ കൂടെയോ ഗീ റൈസിൻ്റെ കൂടെയോ കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.